Hello dear NEET aspirants, this is AJ from RACE. So BSc Nursing എങ്ങനെ അഡ്മിഷൻ നേടാം? അതിന് നീറ്റ് സ്കോർ ആവശ്യമാണോ അല്ലെങ്കിൽ കീം എൻട്രൻസ് എഴുതേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ കേരള ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? മിലിറ്ററി നഴ്സിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാകും. എങ്ങനെയാണ് നഴ്സിംഗിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ, എന്ത് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, ഇവിടെ കാണുന്നത് പോലെ അഡ്മിഷൻ പ്രോസസ്സും കോളേജുകളും BSc നഴ്സിംഗും അനുബന്ധ കോഴ്സുകളെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ഇപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പേർ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ നിരവധിയാണ്. അത് BSc നഴ്സിംഗ് മാത്രമല്ല, നോക്കിക്കോളൂ, BSc MLT ഉണ്ട്, BSc പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, BSc ഒപ്റ്റോമെട്രി ഉണ്ട്, BPT ഉണ്ട്. ഇങ്ങനെ നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ നിലവിൽ അവൈലബിൾ ആണ്. സോ ഇതിലേക്കൊക്കെ എങ്ങനെയായിരിക്കും ഒരു എൻട്രി, എന്തിൻ്റെ ബേസിലായിരിക്കും? അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ യാതൊരു എൻട്രൻസ് എക്സാമിനേഷൻസും കേരള കണ്ടക്ട് ചെയ്യുന്നില്ല. കണ്ടക്ട് ചെയ്യും, എൻട്രൻസിലൂടെ ആയിരിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും നിലവിൽ യാതൊരു തരത്തിലുള്ള അപ്ഡേഷൻസും വന്നിട്ടില്ല. അപ്പോൾ LBS സെൻറ്റർ മുഖേനയാണ് ഇതുവരെ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവരെങ്ങനെയാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ +2 സ്കോറിൻ്റെ ബേസിലാണ്. +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കുകൾ അതിൻ്റെ ബേസിൽ അത് നോർമലൈസേഷൻ നടത്തി അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുകയാണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും LBS സെൻറ്റർ മുഖേനയാണ് കേരളത്തിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണ്. നീറ്റ് സ്കോറിൻ്റെ ബേസിലല്ല, നിലവിൽ യാതൊരു എൻട്രൻസും കേരള കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഇത് കുഹാസിൻ്റെ കീഴിലുള്ള കുറേയധികം കോളേജുകളാണ്. എല്ലാ കോളേജുകളും ഞാൻ എടുത്തിട്ടില്ല. ഏകദേശം 158 കോളേജുകൾ അഫിലിയേറ്റഡ് കോളേജുകളാണ്. ഈ കോളേജുകളിൽ എത്ര സീറ്റ് വീതമുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഞാൻ വേണേൽ 1-2 കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ദ മൗണ്ട് സിയോൺ നഴ്സിംഗ് കോളേജ് പത്തനംതിട്ടയിലുള്ള ഒരു കോളേജാണ്. 50 സീറ്റ്, 50 സീറ്റുകളാണ് അവിടെയുള്ളത്. അതേപോലെ കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കോട്ടയം 60 സീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ ഗവൺമെൻറ് കോളേജുകളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരിയിൽ നോക്കുകയാണെങ്കിൽ 60 സീറ്റുകളാണുള്ളത്. അതേപോലെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലത്തും 60 സീറ്റുകളാണ്. അങ്ങനെ ഏകദേശം എല്ലാ കോളേജുകൾ കൂടി 158 കോളേജുകൾ. അതിൽ 9537 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ സീറ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനി എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, +2 സ്കോറിൻ്റെ ബേസിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുക. ആൻഡ് റാങ്ക് ലിസ്റ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും. നിലവിൽ മേജറായിട്ട് 3 അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളാണുള്ളത്. ആദ്യം ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. ദെൻ 3 മേജർ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇനിയും ഫില്ലാവാത്ത സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഓൺലൈനായിട്ടും സ്പോട്ട് അഡ്മിഷനായിട്ടും ഒക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കും. ഓക്കെ, നമുക്ക് ആ ഒരു ടൈം എത്തുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യാം. ആൻഡ് ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഫീസ് സ്ട്രക്ചറാണ്. ഇത്തവണത്തെ പ്രോസ്പെക്ടസ് ഇറങ്ങിയാൽ മാത്രം ഇനി ഒരു എൻട്രൻസ് ഇതിലേക്ക് വരുമോ എന്നൊക്കെ കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഫീസ് സ്ട്രക്ചറിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എനിവേ, കഴിഞ്ഞ വർഷത്തെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗിന് 23,170 രൂപയാണ് ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് വന്നിട്ടുള്ളത്. ഓക്കെ, BSc MLT കോഴ്സ് എടുക്കുകയാണെങ്കിൽ 20,860 ഫീസ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി വളരെ റെയർ ആയിട്ടുള്ള കോഴ്സാണ്, ഒരുപാട് സാധ്യതകളൊക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. 22,010 ഫീസ് ആയിട്ട് വരുന്നത്. അത്രയും റുപ്പീസാണ് ഫീസ് ആയിട്ട് വരുന്നത്. ഓരോന്നിൻ്റെയും ഫീസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് എത്രയാണ് ഡ്യൂറേഷൻ. ഓരോ കോഴ്സും എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? BSc നഴ്സിംഗ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, 4 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പൽസറി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളൊക്കെ ആണെങ്കിൽ കമ്പൽസറി നഴ്സിംഗ് സർവീസ് ഉണ്ട്, 1 ഇയർ ആണ്. അങ്ങനെ ടോട്ടൽ ഒരു 5 വർഷത്തെ ഡ്യൂറേഷനാണ്. കോഴ്സ് എന്തായാലും 4 വർഷമാണുള്ളത്. ആൻഡ് BSc MLT നോക്കുകയാണെങ്കിൽ 4 വർഷം തന്നെയാണ് ഡ്യൂറേഷൻ. BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷമാണ് ഡ്യൂറേഷൻ കോഴ്സിൻ്റെത്. ദെൻ പറഞ്ഞതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ കമ്പൽസറി നഴ്സിംഗ് സർവീസ് ഉണ്ട്, 1 ഇയറിലേക്കാണ്. അപ്പോൾ ഇതാ ഓരോ കോഴ്സുകളുടെയും ഡ്യൂറേഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് പ്രകാരമാണ്. ഈ വർഷത്തെ പ്രോസ്പെക്ടസ് വന്നിട്ട് എന്തെങ്കിലും ഫീസ് സ്ട്രക്ചറിലൊക്കെ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെയുള്ള അപ്ഡേഷൻസ് നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി
അറിയേണ്ട ഒരു കാര്യം, BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ എനിക്ക് എത്ര സ്കോർ വേണമെന്ന് പല കുട്ടികളുടെയും ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊരു പത്ര കട്ടിംഗ് ആണ്, വളരെ യാഥാർത്ഥ്യമായ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 2022 ശേഷം അത്രയേറെ സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നഴ്സിംഗിനൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. കണ്ടോ, നഴ്സിംഗിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഉൾപ്പെടെ എത്രയാണ് കട്ട് ഓഫ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 99 അല്ലെങ്കിൽ 100% ഒക്കെ ഇൻഡെക്സ് മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കാണ് ഗവൺമെൻറ് സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടിയത്. അതേപോലെ സ്വാശ്രയ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലെ പ്രവേശനത്തിലുള്ള കട്ട് ഓഫ് 98%. ഓക്കെ, മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിൽ 95 മുതൽ 96% വരെയാണ്. അപ്പോൾ 100 അത്രയും ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെയാണ് ഗവൺമെൻറ് സീറ്റുകൾ ലഭിച്ചത്. സോ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. വളരെ നല്ല രീതിയിൽ +2 സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് ലക്ഷ്യം വെക്കാനായിട്ട് സാധിക്കൂ. അത്രയേറെ ടഫ് തന്നെയാണ്, വളരെ കോമ്പറ്റീഷൻ തന്നെയാണ്. ഇനി നീറ്റ് എക്സാം എഴുതേണ്ട കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നീറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് BSc നഴ്സിംഗിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ജിപ്മർ നോക്കുകയാണെങ്കിൽ ജിപ്മറിൽ 2 ജിപ്മർ കോളേജുകളാണുള്ളത്. ജിപ്മറിലും BSc നഴ്സിംഗിന് നീറ്റ് സ്കോറിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതേപോലെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ക്യുവറ്റ് എക്സാമിനേഷനൊക്കെ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ നീറ്റ് സ്കോറിൻ്റെ ബേസിലും BSc നഴ്സിംഗിന് അഡ്മിഷൻ നൽകാറുണ്ട്. ദെൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിലിറ്ററി നഴ്സിംഗ് ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിലിറ്ററി നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായും നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. നീറ്റ് സ്കോർ നിങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. സെപ്പറേറ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ഉണ്ടായിരിക്കും. ആ ഒരു ടെസ്റ്റിന് ശേഷം ഇൻ്റർവ്യൂ പ്രോസസ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഒക്കെ അവിടെ നടക്കും. ആൻഡ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിന് ശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മിലിറ്ററി നഴ്സിംഗിന് ആവശ്യമാണ്. അപ്പോൾ മിലിറ്ററി നഴ്സിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും നീറ്റ് എക്സാം എഴുതുക, നീറ്റ് ക്വാളിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എയിംസിലെ BSc നഴ്സിംഗ് എങ്ങനെ ചെയ്യാം? എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് കോളേജുകൾ എന്ന് പറയുന്നത്. എയിംസ് ഡൽഹിയിലൊക്കെ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ എയിംസ് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയിംസ് ആ ഒരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസിലൂടെയാണ് BSc നഴ്സിംഗിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. നീറ്റ് സ്കോർ അല്ല, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർക്ക് തന്നെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. പൊതുവേ ജൂൺ ആ മാസങ്ങളിലൊക്കെ ആയിരിക്കും എൻട്രൻസ് കണ്ടക്ട് ചെയ്യുക. സോ ആ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് എയിംസിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.